പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ പുതിയൊരു ഡ്രസ് മേക്ക് ഓവർ ചെയ്തേക്കുന്നത് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ കുറേ വട്ടം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാട്ടം. ഫസ്റ്റാണ് ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഈ ഒരു ഡബ്ബ വെച്ചിട്ടുണ്ട്. ഇവിടെ പോപ്പിൻസസിലുണ്ട്. ഇത് സ്ക്വിഷിയുടെ ഒരു സാധനം കേട്ടോ. കുറേ സ്ക്വിഷീസ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോ എന്താ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെയുള്ള എല്ലാ സാധനത്തിലും ഞങ്ങൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അറിയാത്ത കുറേ സാധനങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഇവിടെ ആയിട്ട് ഒരു ഡബ്ബ ഇരിപ്പുണ്ട്. അവിടെ നമ്മുടെ പോപ്പിൻസ് ഇരിപ്പുണ്ട്. ഈ സൈഡിലായിട്ട് ഈ ഒരു സാധനം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ സ്ക്വിഷീസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. കുറേ സ്ക്വിഷീസ് ഇട്ട് കുറച്ച് തോനെ സ്ക്വിഷീസ് ഉണ്ട്. പിന്നെ രണ്ട് ഇതേപോലത്തെ ഒരു ബുക്ക്. ഇതൊരു പെയിൻറ്റിങ് ബുക്ക്. പിന്നെ ഇതിനകത്തൊരു പേപ്പറുണ്ട്. ഇത് പിന്നെ ഇതുപോലെ നമ്മൾ ഫേക്ക് ഓർഡർ പാക്കിംഗ് എന്ന് പറഞ്ഞ് കുറച്ച് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളായിട്ട് ഈ സ്ക്വിഷിയുടെ പ്രാന്ത് അപ്പോഴാണ് കയറി വന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് പേപ്പേഴ്സാണ്. പിന്നെ നമുക്ക് ഈ സൈഡിലോട്ട് മാറിക്കഴിഞ്ഞ് ഈ സൈഡിൽ ഒരു പേനയൊക്കെ ഇട്ട് ഈ സാധനം കേട്ടോ. നമ്മൾ പണ്ട് ഇതിനകത്തായിരുന്നു ഇട്ടിട്ട് ഇതും ഇതിനകത്തോട്ടാക്കി. അപ്പോൾ ഇതിനടിയിൽ കുറേ എൻ്റെ പണ്ടത്തെ ഈ കോയിൻസിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട്. അതിട്ട് വെച്ചിട്ടുണ്ടാണ്. അപ്പോൾ ഇച്ചിരി എനിക്കുള്ള. പിന്നെ ഈ ഒരു സാധനം ഇതെന്ന് വെച്ചാൽ നമ്മുടെ മെഴുകിൻ്റെ ആട്ടോ. മെഴുക്ക് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിയിട്ട് ഇവിടെ വെക്കാൻ വേണ്ടി വാങ്ങിയതാട്ടോ. ബട്ട് ഇവിടെ വെച്ചില്ല ഞാൻ. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ മെഴുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഇതിനകത്തേക്ക് നമ്മുടെ ഗോലില്ലേ, ഗോലിട്ട് ചുരു ഗോലി ഇവിടെ പോയെന്തോ. അപ്പോൾ പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്പ്രേയുടെ ഒരു കൊച്ചു കുപ്പിയായിരുന്നു. അതിനകത്ത് നമ്മൾ പെയിൻ്റ് അടിച്ചു. ഇവിടെ ഇളകി പോയിട്ടുണ്ടായിരുന്നു. പെയിൻ്റ് അടിച്ചിട്ട് ഇതൊക്കെ ചെയ്താണ് നല്ല രസമുണ്ട്. ഇതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, അതാണ് കുഴപ്പം. അപ്പോൾ പിന്നെ ഇവിടെ ആയിട്ട് ഈ ഒരു ടേബിളുണ്ട്. ഇത് ഞാൻ വീഡിയോ എടുത്തു, പക്ഷേ ഇപ്പം അധികം എടുത്തിട്ടുള്ളൂ. ഇവിടെ രണ്ട് നമ്മുടെ സ്റ്റാറുണ്ട്. പിന്നെ ഇവിടെ ഒരു കൊച്ചു ഇതുണ്ട്. പിന്നെ താഴെയായിട്ട് നമ്മുടെ ബുക്കുണ്ട്, ഒരു ബുക്ക് ഉണ്ടാക്കിയത്. പിന്നെ താഴെയായിട്ട് എനിക്ക് ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് ചെയ്തിട്ടൊരു കാർഡുണ്ട്. ഇത് നെയിൽസ് ആട്ടോ. ഈ ഒരു ഡബ്ബയിനകത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓരോന്നെടുക്കുമ്പോൾ ഓരോന്ന് തട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ട. നെയിൽസ് പിങ്ക് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടൊരു ഇഷ്ടം തോന്നിയപ്പോൾ ആദ്യമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയത് കേട്ടോ. പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ മടിയാണ് കേട്ടോ. കണ്ട ഗൈസ്, ഓരോന്നായിട്ട് വീണുകൊണ്ടേയിരിക്കും ഇങ്ങനെ. പിന്നെ താഴെയായിട്ട് എന്താ പറയുക, ഈ പേപ്പറൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനം ഇങ്ങനെ വെക്കത്തില്ലേ, ആ സാധനമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മൾ പെൻസിലൊക്കെ ഇട്ട് വെച്ചേക്കാം കേട്ടോ. ഒരു ഇതെന്ന് വെച്ചാൽ സോപ്പട്ടിയാണ്. അപ്പോൾ അതിനകത്ത് കുറേ കളർ പെൻസിൽസ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ മഷ്റൂം ഉണ്ടാക്കി വെക്കുവാണ്. മഷ്റൂം ഉണ്ടാക്കി വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് പോയി കാണുമായിട്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചാനലിൽ. ഈ കണ്ടു ഗൈസ്, എൻ്റെ വൈറ്റ് പെയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് വൈറ്റ് ഇല്ലാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അതുണ്ട്. ഇത് ക്ലേ വെച്ചിട്ടുണ്ടാക്കിയത് കേട്ടോ. അതിനകത്ത് ക്ലേ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് എടുത്ത് ഇച്ചിരി എടുത്തോളായിരുന്നു. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേൻ്റെ ഞാൻ പറഞ്ഞില്ല, ഒരു നമുക്ക് ഡെസ്കിൽ വെക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് വെക്കാം. പിന്നെ നമുക്ക് ഇത് നമ്മുടെ കിൻഡർ ജോയുടെ കൂടെ കിട്ടിയൊരു വണ്ടാട്ടോ. വണ്ട് നല്ല വരുന്ന അതിനോട് ഇത്. പിന്നെ ഒരു നമ്മുടെ ഈ ക്രിസ്മസ് ആയപ്പോൾ ഒരു വൈബിന് കിട്ടിയ ഒരു പച്ച കളർ വെച്ചൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ പച്ച കളറില്ലാത്ത നീല കളർ വെച്ചിട്ട് ചെയ്തിട്ട് അതിനകത്ത് ടെർമോക്കോളിൽ റെഡ് പെയിൻ്റ് അടിച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. മൊത്തം കൊളാക്കി ഇതുവരെ. പിന്നെ താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ്റ് ചെയ്ത് കുപ്പിയത്. അത് കുറേ മാലയൊക്കെ ഇട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോകാം ഗൈസ്. അടിപൊളി കേട്ടോ. കുറേ കളർ പെൻസിലാട്ടോ, ഞാൻ കാണിച്ചു തരാം ഗൈസ്. കേട്ടോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കളർ പെൻസിൽസ്. മറ്റേ രണ്ടെണ്ണം നമ്മുടെ ഓയിൽ പേസ്റ്റ്. ഇതും ഓയിൽ പേസ്റ്റ്. ഇത് മാത്രം ക്രയോൺസ്, നോർമൽ ക്രയോൺസ് കേട്ടോ. ഇത്രയും കളേഴ്സ് ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ 4 രൂപങ്ങളുണ്ട് ഗൈസ്. കണ്ട, ഞാൻ തൊട്ടിച്ച് വെച്ചേക്കാണ്. ഇളകത്തില്ല, പക്ഷെ അത് ഒട്ടിച്ച് വെച്ചേക്കണം. ഇത് ഇളകിപ്പോയി. അപ്പോൾ അതൊന്നകിലക്കാട്ട് ഇത് ഇളകത്തില്ല. പിന്നെ ഇതൊരു സ്റ്റാൻഡ് റേസ് കളമ്മ. കണ്ട് ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ചു. ഇവിടെ മാത്രം പെയിൻ്റ് അടിച്ചില്ല ഗസ്റ്റ്. കണ്ട മോളായിട്ടൊരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടുന്ന സാധനമാണ്. ബട്ട് ഇത് പൊങ്ങിയിരിക്കത്തില്ല. അപ്പം കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു പിക്ചർ ഞാൻ വരച്ചതാണ്.
പിന്നെ ഇതൊരു നമ്മുടെ തലയിൽ തേക്കുന്ന സാറ്, ഇത് ഈ ക്ലിപ്പ്, ഇങ്ങനത്തെ ക്ലിപ്സ്. പിന്നെ ക്രിസ്മസ് ട്രീ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയാൻ വേണമെങ്കിൽ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം കേട്ടോ, ഇതറിയാവുന്നവർ കാണും, അറിയാത്തവർ കാണും. എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇവിടെ കത്തിക്കുമ്പോൾ ഇത് പല പല കളറിലും, ബട്ട് നമ്മുടെ കയ്യിലുള്ളത് പൊട്ടിപ്പോയി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ക്രിസ്മസിന് എനിക്ക് കിട്ടിയപ്പം ഞാൻ ഇതിലിങ്ങ് ക്രിസ്മസ് ട്രീ ആക്കി. അപ്പം നമ്മളതിങ്ങ് സൈഡിൽ വെച്ചു. പിന്നെ ഈ ഒരു സാധനം, പിന്നെ ഇവിടെ നമ്മൾ ബുക്കൊക്കെ ജസ്റ്റ് ഒന്ന് വെക്കുന്ന ഒരു ഡബ്ബ. പിന്നെ ഇത് നമ്മൾ ഓണത്തിന് നമ്മൾ ചെയ്തൊരു അത്തപ്പൂവാണ് പേപ്പർ അച്ചിട്ടൊക്കെ ഉണ്ടാക്കിയത്. അപ്പം എത്രയാണ് നമ്മൾ ഡെസ്കിലുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ടൈം ടേബിളുണ്ട്, പിന്നെ ഒരു കലണ്ടറുണ്ട്, പിന്നെ ഇവിടെ നമ്മൾ സ്നോ ഫ്ലെക്സ് ഉണ്ടാക്കിയുള്ളത് ഉണ്ട്. അപ്പോൾ എത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു ടേബിളിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ വീഡിയോ മാക്സിമം ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും